COVID-19 ബന്ധപ്പെട്ട ലോക്ക്ഡൌണിൽ നിന്ന് നമ്മുടെ നൈഫിക ഇന്ന് എല്ലാവർക്കും ഓപ്പൺ ആക്കിയ സന്തോഷത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഒരുപാട് നമ്മുടെ KMCC പോലുള്ള എല്ലാ സംഘടനകളും, ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ, ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ്, ഇവിടുത്തെ പോലീസ്, ഇവിടുത്തെ എല്ലാ അതോറിറ്റിക്കും എല്ലാവിധ നന്ദികളും അറിയിക്കുന്നു. മോഡൽ, കാസർഗോഡ് മോഡൽ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നൈഫ് മോഡൽ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നൈഫ് ഇന്ന് നൈസാണ്. ആരാണ് നൈഫിനെ നൈസാക്കി മാറ്റിയത്? ഇനി എന്താണ് ലോകത്തിന് വേണ്ടത്? ഇനി ലോകത്തിന് വേണ്ടത് കേരള മോഡൽ പോലെ, കാസർഗോഡ് മോഡൽ പോലെ നൈഫ് മോഡലും കൂടിയാണ്. വെറും 28 ദിവസങ്ങൾക്കകം നൈഫിന്റെ വാതിലുകൾ തുറന്നു വെച്ചിരിക്കുകയാണ്. സന്തോഷത്തിന്റെ ആ പഴയ കാലങ്ങളിലേക്ക് നൈഫ് കടന്നു പോവുകയാണ്. ആരാണ് നൈഫിനെ നൈസാക്കിയത്? നൈഫ് എന്ന് കേട്ടുകഴിഞ്ഞാൽ വിറളി പൂണ്ടിരുന്നവർക്ക് നൈഫിന്റെ പുതിയ ചിത്രങ്ങൾ നൽകുന്നത് നല്ല കലക്കൻ മറുപടിയാണ്. ആ മറുപടി കാണുമ്പോൾ മലയാളി സമൂഹത്തിൽ ചിലരോട് ചോദിക്കാനുണ്ട്. നൈഫിൽ നിന്നും വന്ന ഒരു പ്രവാസിക്ക് ഇവിടെ COVID-19 സ്ഥിരീകരിച്ചപ്പോൾ പ്രവാസികളോട് മാറി നിൽക്ക് എന്ന് പറഞ്ഞവരെ, നിങ്ങൾക്കുള്ള മറുപടിയാണ് നൈഫിന്റെ ആ രാത്രികാല കാഴ്ചകൾ. മലയാളികളോട് കളിക്കാൻ ആരും വളർന്നിട്ടില്ലടോ. മലയാളികൾ പൊളിയാണ് എന്ന് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ? അത് യാഥാർത്ഥ്യമാണ്. നോക്കൂ, നൈഫിന്റെ തെരുവുകൾ. നൈഫിന്റെ തെരുവുകളിൽ ദുബായിലെ രാജാക്കന്മാരല്ലായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. മലയാളികളായ രാജാക്കന്മാരായിരുന്നു നൈഫിന്റെ മണ്ണിൽ ഉണ്ടായിരുന്നത്. രാത്രികാലങ്ങളിൽ ദുബായ് പോലീസിന്റെ സൈറൺ മുഴുകുമ്പോൾ പലരും പുറത്തിറങ്ങി നോക്കിയപ്പോൾ, ആ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിലൂടെ കടന്നുപോയപ്പോൾ മലയാളികളായിരുന്നു തെരുവുകളിൽ കൈയടിച്ച് താരങ്ങളായി ജ്വലിച്ചു നിന്നത്. അതെ, ആ മലയാളികളെയാണ് ഒരിക്കൽ ഇവിടെയുള്ള കുറച്ച് മലയാളികൾ മാറി നിൽക്ക് എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചത്. മലയാളികൾ പൊളിയാണോ? അറബ് ലോക രാജ്യത്ത് ഇനി മലയാളികൾക്കുള്ള സ്ഥാനം ചെറുതൊന്നുമായിരിക്കില്ല. അതിന്റെ കാരണം KMCC അടങ്ങുന്ന മറ്റുള്ള സന്നദ്ധ സംഘടനകളാണ്. KMCC നേതൃത്വം കൊടുത്ത് മുന്നിൽ നിന്നപ്പോൾ കലാ ദുബായിയെ പോലെ, IMCCയെ പോലെയുള്ള സന്നദ്ധ സംഘടനകൾ അതിന് പിന്നിലായി അണിനിരന്നപ്പോൾ വലിയ മാറ്റമാണ് ദുബായിൽ കാണാൻ വേണ്ടി സാധിച്ചത്. KMCCയുടെ മിടുക്കന്മാർ തെരുവിലിറങ്ങിയ ആ കാഴ്ച കാണുമ്പോൾ ഏവരും അമ്പരന്ന് പോവുകയാണ്. ദുബായ് പോലീസ് പോലും അവർക്ക് മുന്നിൽ മുട്ടുകുത്തി നിൽക്കുകയാണ്. ആ സേവനം ഏവരെയും അതിശയിപ്പിച്ചു എന്ന് തന്നെ വേണം പറയാൻ. നൈഫ് ഒരു ദുരന്ത മേഖലയായി തന്നെ ചിത്രീകരിക്കപ്പെട്ടിരുന്നു. അവിടെ നിന്ന് വരുന്നവർക്കൊക്കെ COVID-19 സ്ഥിരീകരിച്ചിരുന്നു. ആ സമയത്ത് നീ നൈഫിൽ നിന്നാണോ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ വരെ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയായ കാര്യമാണ്. പക്ഷേ എന്താണ് നൈഫിന് ഇന്ന് സംഭവിച്ചത്? 28 ദിവസങ്ങളിൽ നൈഫ് അടിമുടി മാറിയിരിക്കുകയാണ്. അതിന്റെ കാരണം എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ KMCCക്കാർ തന്നെയാണ്. KMCCയുടെ മഹത്തായ സേവനം, കൃത്യമായ ഇടപെടലുകൾ, കൃത്യമായ മുന്നേറ്റം. ആ മുന്നേറ്റം വലിയ മാറ്റം തന്നെ നൈഫിൽ ഉണ്ടാക്കി എന്നുള്ളതാണ്. വെറും നൈഫിലെ പോലീസുകാരോ ദുബായിലെ പോലീസുകാരോ ഇടപെട്ട് കഴിഞ്ഞാൽ, അഥവാ ദുബായിലെ സർക്കാർ മാത്രം ശ്രമിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം ഒരിക്കലും അവിടെ പരിഹാരമാവില്ലായിരുന്നു. മറിച്ച് KMCCയുടെ ചുണക്കുട്ടികൾ തെരുവിലിറങ്ങിയിട്ട് ഞങ്ങളെല്ലാം ചെയ്യാം, എന്താണ് വേണ്ടത്, അവശ്യ സാധനങ്ങൾ വേണ്ടവർക്ക് ഞങ്ങൾ സൗജന്യമായി നൽകാം, അവരാരും തെരുവിലിറങ്ങേണ്ട, അവർ എവിടെയാണോ അവിടേക്ക് തന്നെ സാധനങ്ങൾ എത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് KMCCക്കാർ വിളിച്ചു പറഞ്ഞപ്പോൾ മറ്റു പല സന്നദ്ധ സംഘടനാ പ്രവർത്തകരും രംഗത്ത് വന്നു. കലാ ദുബായിയുടെ പ്രവർത്തകർ, IMCCയുടെ പ്രവർത്തകർ, അങ്ങനെ നിരവധി ആളുകൾ രംഗത്ത് വന്നു. പക്ഷേ ആ നേതൃത്വ നിരയിൽ KMCC തിളങ്ങി നിന്നപ്പോൾ അത് കത്തിജ്വലിച്ച് ദുബായിയുടെ നൈഫിനെ തന്നെ മാറ്റിമറിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം രാത്രി ദുബായ് നൈഫിൽ നിന്നും വന്ന ചിത്രങ്ങൾ ഏവരെയും സന്തോഷിപ്പിക്കുന്നതാണ്. KMCCയുടെ ഭടന്മാർ,
മറ്റ് സന്നദ്ധ സംഘടന പ്രവർത്തകരുടെ ഭടന്മാർ നിരത്തിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ്. പോലീസുകാരോടൊപ്പം ദുബായ് അധികാരികളോടൊപ്പം അവർ ഇങ്ങനെ നിരത്തിലിറങ്ങി നിൽക്കുന്ന ആ സമയത്ത് വല്ലാത്തൊരാവേശമാണ് മലയാളികളെ നമുക്കുള്ളത്. കാരണം ഒരു സ്വാധീനവും ചെലുത്താൻ പറ്റാത്ത മേഖലയിൽ കൃത്യമായ സ്വാധീനം ചെലുത്തി കൃത്യമായ രീതിയിൽ മലയാളികളുടെ മുഖം രക്ഷിച്ചെടുത്തത് ഈ സന്നദ്ധ സേവനത്തിനുള്ള മനസാക്ഷി തന്നെയാണ്. ആ മനസ്സ് തന്നെയാണ് മലയാളികളുടെ മുഖം മാറ്റിയെടുത്തത്. അതാണ് KMCC-ക്കാരെ വ്യത്യസ്തമാക്കുന്നുള്ളത്. KMCC-ക്കാർ അവിടെ പട നയിച്ചപ്പോൾ മലയാളികളെ നമ്മൾ അറബ് ലോകത്ത് പൊളിയാവുകയാണ്. മലയാളികളെ നോക്കിയിട്ട് അറബികൾ അഭിനന്ദനം അറിയിക്കുമ്പോൾ വല്ലാത്ത രീതിയിൽ അഭിമാനത്തോടു കൂടി വിളിച്ചു പറയുകയാണ്, മലയാളികളെ നമ്മൾ പൊളിയാണ്. വിദേശത്തായാലും സ്വദേശത്തായാലും ചെയ്യാനുള്ളത് കൃത്യമായി ചെയ്യുമ്പോൾ ഒരു കാര്യം പറയാനുണ്ട്. അറബ് ലോകത്ത് ഇനി അറബികൾ മാത്രമല്ല രാജാക്കന്മാർ. മലയാളികളായ നമ്മളും അവിടെ രാജാക്കന്മാരാവാൻ പോവുകയാണ്. അവർക്കൊരു പ്രതിസന്ധി വന്നപ്പോൾ പ്രവാസികളുടെ കാര്യം എങ്ങനെ ശരിയാക്കുമെന്ന് അവർ ആലോചനകളിൽ മുഴുങ്ങിയപ്പോൾ എല്ലാം ഏറ്റെടുത്ത് മുന്നോട്ട് വന്ന KMCC-യുടെ മഹത്തായ ആ പ്രവർത്തന മികവ് മലയാളികളെ മുൻനിരയിൽ എത്തിച്ചിരിക്കുകയാണ്. എന്തായാലും അഭിമാനിക്കാം. ഓരോ മലയാളിക്കും നെഞ്ചിൽ തട്ടിപ്പറയാം, മലയാളികൾ പൊളിയാണ് എന്ന്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.